സ്പെസിഫിക് തിയറി ഓഫ് ഫ്രാക്ചർ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പോസിബിൾ സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം അലോഡ് സ്ട്രെസ് എവിടെയായിരിക്കും 2σ0 a/√PT⁴1/2 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സാധനം? സിഗ്മ എം എന്ന് പറയുന്നത് മാക്സിമം പോസിബിൾ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന സ്ട്രെസ്. ഇനി σ0 എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി അപ്ലൈ ചെയ്തേക്കുന്ന സ്ട്രെസ് നമ്മുടെ മെറ്റീരിയലിൽ. ദെൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ക്രാക്കിൻ്റെ കേസാണെങ്കിൽ നമ്മൾ സർഫസിലേക്ക് പൊങ്ങിക്കുന്ന ക്രാക്കിലാണെങ്കിൽ ഇതിൻ്റെ റേഡിയസും, ഇൻറ്റേർണൽ ക്രാക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയമീറ്ററാണ് അവർ എടുക്കുക. ഓക്കെ കണ്ടാ, ക്രാക്ക് ഒരു ഹാഫ് ലെങ്ത് ഓഫ് ഇൻറ്റേർണൽ ക്രാക്ക്. കണ്ട, ഇൻറ്റേർണൽ ക്രാക്കിൻ്റെ ഹാഫ് ലെങ്ത് ആണ് ഇവിടെ എടുക്കുള്ളൂ. ഇവിടെ ഈ എ അല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ, അതായത് 2a ആണ് ശരിക്കും ഡയമീറ്റർ. ഓക്കെ, അതവിടെ പോട്ടെ. റോട്ടി, ഇവിടെ ഒരു റോട്ടി കിടക്കുന്നുണ്ട്. റോട്ടി എന്ന് പറയുന്നത് ക്രാക്ക് ടിപ്പിൽ നിന്ന് ഉള്ളിലേക്ക് ക്രാക്കിൻ്റെ ടിപ്പിൽ കിടക്കുന്ന മെറ്റീരിയൽസിൻ്റെ കർവേച്ചർ. അതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ മാക്സിമം പോസിബിൾ അപ്ലൈ സ്ട്രെസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പോസിബിൾ ലോഡ്സ് ഒക്കെ കിട്ടും. അതിൽ നിന്ന് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ m/σ0യുടെ വാല്യൂ തന്നെ നമ്മൾ k എന്ന് വിളിക്കും. ഇതിനെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് വിളിക്കുക. അപ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2√a/PT എന്ന് കിട്ടും. ഓക്കെ, എങ്ങനെ വന്നൊന്നും പഠിക്കുന്നുണ്ട്, അത് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ടു ദി ഡിഗ്രി ടു വിച്ച് ദി എക്സ്റ്റേണൽ സ്ട്രെസ് ഈസ് അപ്ലൈഡ് അറ്റ് ദി ക്രാക്ക് ടിപ്പ്. അതായത് ക്രാക്ക് ടിപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ്, എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുന്ന ലോഡ് അത് എത്ര എഫക്റ്റിൽ ക്രാക്കിൻ്റെ ടിപ്പിൽ എത്തുന്നുണ്ട് എന്നുള്ളത്. അതിനാണ് നമ്മൾ എന്താ പറയുക, സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറയാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ, നാളെ മിക്കവാറും നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എടുക്കാം. അപ്പോൾ നാളത്തെ ക്ലാസ്സും കൂടി ഇന്നത്തേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് നാളെ കോളേജിൽ പോകണമെങ്കിൽ ക്ലാസ് എടുക്കാൻ പറ്റിയെന്ന് പറയില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഒരു ഇത്തിരി കൂടി എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ ഇതിൻ്റെ അകത്ത് നമുക്ക് മൊഡ്യൂൾ 5 ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി മെക്കാനിസം ഓഫ് ഫാറ്റിഗ് ഫെയിലിയർ ഒക്കെ നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. ഇമ്പാക്ട് ലോഡിങ് ഇൻ ഡക്റ്റൈൽ ആൻഡ് ബ്രിട്ടിൽ മെറ്റീരിയൽസ് പഠിക്കണം. ഇനി അത് പഠിക്കാം. പിന്നെ ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ഓൾറെഡി ട്രാൻസ്ഗ്രാനുലാറും ഇൻ്റർഗ്രാനുലാറും ഫ്രാക്ചേഴ്സ് പഠിച്ചു കഴിഞ്ഞു. ട്രാൻസ്ഗ്രാനുലാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രെയിൻസിൻ്റെ ഉള്ളിൽ കൂടെ ഫ്രാക്ചർ പോകും, ട്രെയിൻസിനെ പൊട്ടിച്ചുകൊണ്ട് പോകും. ഇൻ്റർഗ്രാനുലാർ എന്ന് പറയുമ്പോൾ ഗ്രെയിൻസിൻ്റെ സർഫസിൽ കൂടെ സ്ലിപ്പ് ചെയ്ത് പോകുന്ന ഫ്രാക്ചറാണ്. ദെൻ ഇമ്പാക്ട് ലോഡിങ് ഉണ്ടായാലൂടെ. അപ്പോൾ ഇമ്പാക്ട് ലോഡിങ്ങിന് ഫ്രാക്ചർ ടഫ്നെസ് എന്നൊരു ടേം ഉണ്ട്. ഫ്രാക്ചർ ടഫ്നെസ് എന്ന് പറയുന്നത് ഫ്രാക്ചർ മെക്കാനിക്സിൽ ക്രിട്ടിക്കൽ ക്രാക്കിലുണ്ടാവുന്ന ക്രിട്ടിക്കൽ സ്ട്രെസ്സും അത് ക്രാക്ക് പ്രൊപ്പഗേഷൻ ആൻഡ് ക്രാക്ക് ലെങ്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനാണ്. അതായത് σc എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ക്രാക്ക് ഉണ്ടായെന്ന് പറയില്ല. ഈ ഇൻറ്റേർണൽ ക്രാക്ക് ഉള്ളപ്പോൾ ആ ഇൻറ്റേർണൽ ക്രാക്ക് വലുതായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രാക്ചർ ഉണ്ടാവില്ല. ഇൻറ്റേർണൽ ക്രാക്ക് ഉണ്ട്, വളരെ ചെറിയ ഫോഴ്സ് കൊടുക്കണുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യില്ല. പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സാധനം ഫെയിൽ ആവുള്ളൂ. വെറുതെ അവിടെ കിടന്നിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഓരോ ക്രാക്കിനും അതിൻ്റെ ഡയമെൻഷൻസ് കാരണം അതിൻ്റെ മിനിമം ലോഡ് ടു പ്രൊപ്പഗേറ്റ് ദി ക്രാക്ക് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടാവും. അതായത് ഏതൊരു ക്രാക്ക് എടുത്താലും അതിൻ്റെ ഡയമെൻഷൻസ് കാരണം, അതിൻ്റെ വലിപ്പം കാരണം ഏതൊരു വലിപ്പം കൊടുത്താലാണ് ഏതൊരു മിനിമം ഫോഴ്സ് കൊടുത്താലാണ് ഈ ക്രാക്ക് മൂവ് ചെയ്യുള്ളൂ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സ്ട്രെസ് ഓഫ് ക്രാക്ക് എന്ന് വിളിക്കുക. KT = y∑c√πa എന്നാണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ KC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ബ്രിട്ടിൽ ഫ്രാക്ചർ വെൻ ക്രാക്ക് ഈസ് പ്രസൻറ്റ്. നമുക്കിപ്പോൾ നമുക്ക് മെറ്റീരിയൽ നമ്മുടെ ബ്രിറ്റിലാണെങ്കിൽ പോലും ആ മെറ്റീരിയലിനെ ലോഡ് ചെയ്യുന്ന കണ്ടീഷൻസ് അനുസരിച്ച് ബ്രിറ്റിൽ തന്നെ ബിഹേവിയർ കാണിക്കണം എന്നുള്ള, അല്ലെങ്കിൽ ബ്രിറ്റിൽ ഫെയിലിയർ എന്തായാലും എക്സിബിറ്റ് ചെയ്യണമെന്നോ യാതൊരു ഇത് നിർബന്ധമില്ല. അപ്പോൾ സെർട്ടൺ കണ്ടീഷൻസിൽ
നമുക്ക് ഫ്രാക്ചർ ടഫ്നെസ് എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ ബ്രിറ്റിൽ ഫ്രാക്ചർ നേച്ചറിലേക്ക് പോകാനുള്ള എബിലിറ്റിയുടെ റെസിസ്റ്റൻസിനെയാണ്. ഓക്കെ, യൂണിറ്റ്സ് എന്താണ്? മെഗാ പാസ്കൽ പെർ റൂട്ട് മീറ്റർ എന്ന് പറയാം. ദെൻ ദർ ഈസ് വൈ എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻലെസ് പാരാമീറ്റർ ആണ്. അത് ഫങ്ഷൻ ഓഫ് ക്രാക്ക് ആൻഡ് ക്രാക്ക് സ്പെസിമെൻ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അതൊക്കെ പോട്ടെ. പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഡക്റ്റൈലിറ്റി ബ്രിറ്റിൽ ട്രാൻസിഷൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഡക്റ്റൈൽ മെറ്റീരിയൽസ് പോലും ചില സ്പെഷ്യൽ കണ്ടീഷൻസ് അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞാൽ സാധനം ബ്രേക്ക് ആവും. ആസ് ബ്രിറ്റിൽ മെറ്റീരിയൽസ് പോലെ ബ്രേക്ക് ആയി പോകും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫോർമേഴ്സ് അല്ലല്ലോ, ടെർമിനേറ്റർ സെക്കൻഡ് മൂവി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലിക്വിഡ് മെറ്റലായിട്ടുള്ളൊരു വില്ലുണ്ട്. ഈ ചങ്ങായിനെ നേരെ നമ്മൾ ലിക്വിഡ് നൈട്രജൻ ഫ്ലോ ചെയ്യുന്നൊരു സീനുണ്ട് ലാസ്റ്റ് ആകുമ്പോൾ. ആ ലിക്വിഡ് നൈട്രജൻ ഫ്ലോ ചെയ്യുമ്പോൾ സാധനം ബ്രിറ്റിലായിട്ട് പെട്ടെന്ന് പൊടിഞ്ഞ് ഒഴുകി പോവുകയാണ്. അതായത് ബ്രിറ്റിൽ ഫ്രാക്ചർ അവിടെ നടക്കുകയാണ്. അപ്പോൾ അത്രയും ഇലാബറേറ്റ് ചെയ്തൊരു സംഗതി അല്ലെങ്കിൽ പോലും സംഭവം അതാണ്. ഏതോ സെർട്ടൻ കണ്ടീഷനിൽ ഡക്റ്റൈൽ മെറ്റീരിയൽസ് പോലും ബ്രിറ്റിലായിട്ട് മാറും. അപ്പോൾ അത് അതിൻ്റെ എക്സാക്ട് ടെമ്പറേച്ചർ റേഞ്ച് ഓരോ മെറ്റീരിയലിനും വ്യത്യാസമുണ്ടാകും. ബട്ട് ദി പ്രോപ്പർട്ടി റിമെയിൻസ് സെയിം. ഓക്കെ, അതായത് ടെമ്പറേച്ചർ വളരെ കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ട്രെയിൻ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് നോച്ച് ഓർ സ്ട്രെസ് റേസേഴ്സ് ഉണ്ടെങ്കിൽ മെറ്റീരിയൽ ഈസിലി എന്താവും? ഡക്റ്റൈലിൽ നിന്ന് ബ്രിറ്റിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡക്റ്റൈൽ ടു ബ്രിറ്റിൽ ട്രാൻസിഷനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 എഴുതണം. ടെമ്പറേച്ചർ, ലോവർ ടെമ്പറേച്ചർ, increased rate of straining, then there is notch or stress tracer present in the material എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇമ്പാക്ട് ലോഡിങ്ങിൽ ഇതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യാണ്ട്, ഇത് സ്ട്രെയിൻ റേറ്റ് കൺസിഡർ ചെയ്യാണ്ട്, ദെൻ പ്രസൻസ് ഓഫ് സ്ട്രെസ് റേസേഴ്സ് കൺസിഡർ ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പാക്ട് ലോഡിങ് ഉണ്ട്. അതായത് എ വെരി ലാർജ് ലോഡ് അപ്ലൈഡ് ഫോർ എ വെരി സ്മോൾ ഇൻ്റർവെൽ ഓഫ് ടൈം. നമ്മൾ ചുറ്റിയും കൊണ്ട് ഒരൊറ്റ അടി അടിക്കുന്ന പോലെ നമ്മൾ മറ്റേ വീഡിയോയിൽ അലക്സ്റ്റീൻ്റെ വീഡിയോയിൽ കണ്ടായിരുന്നു. സാധനത്തിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങേറ്റ് നോട്ട്സ് ഇട്ടിട്ട് ചുറ്റിയും കൊണ്ട് പട്ടയെന്ന് അടിച്ചിട്ടാണ് സാധനം പൊട്ടുന്നത്. അപ്പോൾ ഇമ്പാക്ട് ലോഡിങ് എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കണം. ഇമ്പാക്ട് ലോഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ ഡൈനാമിക് കൈൻഡ് ഓഫ് ലോഡ് where the load is suddenly applied, where the material is subjected to a sudden intense blow in which the strain rate is extremely rapid. They behave as in much more brittle manner than an observer in the tensile test. വേറൊന്നുമില്ല, അതായത് ഒരു ഇൻറ്റൻസ് ലോഡ് വളരെ ഷോർട്ട് ടൈമിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെറ്റീരിയലിന് അത് എങ്ങനെ കൊളീഷൻ വഴി ട്രാൻസ്ഫർ ചെയ്യാൻ എങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ മെറ്റീരിയൽ ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് പൊട്ടിപ്പോയിരിക്കും. ഫോർ എക്സാമ്പിൾ അനീൽഡ് മെറ്റീരിയൽസ് ഒക്കെ വളരെ ഫ്രാക്ചർ ടഫ്നെസ് കുറഞ്ഞ സാധനങ്ങളാണ്. അത് വളരെ പെട്ടെന്ന് നമുക്ക് ഇമ്പാക്ട് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ സാധനം പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇനി സെർട്ടൻ ലോഡ് മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് വ്യത്യാസം വരും, അതൊന്നും പറയണ്ട. അപ്പോൾ ഇമ്പാക്ട് ടെസ്റ്റിങ് അറിയുമ്പോൾ നമുക്ക് മെറ്റീരിയലിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കുക. ഒരു മെറ്റീരിയൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇമ്പാക്ട് എനർജി. അതിന് വേരിയബിൾ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇമ്പാക്ട് ലോഡിങ്ങിൽ ഉണ്ടാകുന്ന എഫക്റ്റുകൾ സ്റ്റഡി ലോഡിങ്ങിൽ ഉണ്ടാകുന്ന എഫക്റ്റുകളെക്കാളും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇതിൽ സ്ട്രെയിൻ ഇപ്പോൾ ഇമ്പാക്ട് ലോഡിങ്ങിൽ വളരെ സ്ലോ ആയിട്ടാണ് പൊട്ടിപ്പോകുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ദാറ്റ് മീൻസ് ദാറ്റ് ദി മെറ്റീരിയൽ ഹാസ് ദി എബിലിറ്റി ടു സ്റ്റോർ സ്ട്രെയിൻ, ലാർജ് എമൗണ്ട് ഓഫ് സ്ട്രെയിൻ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഏബിൾ ടു ഇംപ്രൂവ് അപ്പോൺ ഇസ് ടഫ്നെസ്. ടഫ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടഫ്നെസ് എന്ന് പറയുന്നത് സെയിം പ്രോപ്പർട്ടിയാണ്. അതായത് ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു സ്റ്റോർ എനർജി ഡ്യൂറിങ് ഇമ്പാക്ട്. ഇമ്പാക്ട് ഫോഴ്സിൽ നമ്മളൊരു ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് ഫോർ ഷോർട്ട് ഇൻ്റർവെൽ ഓഫ് ടൈം. അപ്പോൾ ഹാമർ ബ്ലോ പോലെയുള്ള ഇമ്പാക്ട് ലോഡുകളിനെ എത്രത്തോളം റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, ആ കഴിവിനെയാണ് നമ്മൾ ടഫ്നെസ് വിളിക്കുക.
ഹാർഡ്നെസ്സിന് നമ്മൾ റെസിസ്റ്റൻസ് ടു ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ ടഫ്നെസ് കൂടിയാൽ എന്താ പറയുക, ഈ ഇമ്പാക്ട് ലോഡിങ്ങിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിവുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അത് ഈ പറഞ്ഞ ടഫ്നെസ് എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ ഇമ്പാക്ട് ലോഡിൻ്റെ റെസിസ്റ്റൻസുമായിട്ട് ഡയറക്റ്റ്ലി കോറിലേറ്റഡ് ആണ്. അപ്പോൾ ഡ്യൂറിങ് ഈവൻ നമ്മുടെ ഹൈലി ബ്രിറ്റിലായിട്ടുള്ള സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽസിൽ ടഫ്നെസ് അത്യാവശ്യം നന്നായിട്ട് കാണും. ഇമ്പാക്ട് ലോഡിൽ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡക്റ്റൈൽ മെറ്റീരിയൽസിൻ്റെ അകത്തുള്ള വോയിഡ്സും ആ മെറ്റീരിയലിലും ഉണ്ടാകും വോയിഡും ക്രാക്കും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ വോയിഡും ക്രാക്കും മെറ്റീരിയൽ വളരെ സ്ലോയിലി എക്സ്പാൻഡ് ചെയ്ത്, അതായത് നമ്മുടെ ഡക്റ്റൈലായിട്ട് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ചെയ്ത് വളരെ ചെറുതായിട്ട് വലുതായി അത് ഇലോങ്ങേറ്റ് ചെയ്യണതിന് പകരം ഈ ഹൈ ഇമ്പാക്ട് ലോഡിൽ വളരെ സ്മോൾ ടൈമിലേക്ക് അത്രയും ഫോഴ്സ് വരുമ്പോൾ ഒറ്റയടിക്ക് അതിൻ്റെ ക്രാക്ക് പ്രൊപ്പഗേഷൻ നടക്കും. ബ്രിറ്റിൽ മെറ്റീരിയൽസിൽ നടക്കുന്ന പോലെയുള്ള ഫെയിലിയറിൻ്റെ മോഡ് ഓഫ് ഫെയിലിയർ അവിടെ ഫോളോ ചെയ്യും. അതാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ബ്രിറ്റിൽ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റിക്വയർസ് ലെസ് എനർജി ടു ബ്രേക്ക്. എന്താണ് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ എനർജി അണ്ടർ ദി ഡയഗ്രാം എന്ന് പറയുന്ന സാധനം ബ്രിറ്റിൽ മെറ്റീരിയൽസിന് കുറവായിരുന്നു. ഓക്കെ, ദെൻ ഈ ടെസ്റ്റ് എപ്പോഴും ചെയ്യണത് മിക്കവാറും ഡക്റ്റൈൽ ടു ബ്രിറ്റിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ദർ ആർ 2 ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ്, നെയിംലി ചാർപ്പി ടെസ്റ്റ് ആൻഡ് ഐസോ ടെസ്റ്റ്. സ്റ്റാൻഡേർഡ് ടെസ്റ്റുകളാണ്, നിങ്ങൾ SM ലാബിൽ ചെയ്യുകയാണെങ്കിൽ ചെയ്യും. അപ്പോൾ ഈ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഹാർഡൻ ചെയ്ത ഏതൊരു മെറ്റീരിയൽ ഇതിന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നോച്ചിട്ട് കൊടുക്കും. നോച്ച് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വെട്ടിട്ട് കൊടുക്കും നമ്മുടെ മെറ്റീരിയലിൻ്റെ അകത്തേക്ക്. ഓക്കെ, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10 mm സ്ക്വയർ പീസ് 55 mm എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു നോച്ചിട്ട് നോച്ചോ. ആ 55ൻ്റെ സെൻറ്ററിൽ നോച്ചിട്ട് ഈ പടം ഇച്ചിരി തെറ്റാണ്, ഇതിലിവിടെ ഹാമർ കാണിക്കുന്നുണ്ട്. ഈ ഹാമർ കൊണ്ട് നമ്മൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാട്ടോ പറഞ്ഞേ, അപ്പോൾ കറക്റ്റാണ്. ഓക്കെ, ചാർപ്പി ടെസ്റ്റിൽ നമ്മൾ സ്പെസിഫിൻ വയ്ക്കുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം പോലെയാണ്. സിംപ്ലി സപ്പോർട്ട് എന്ന് പറയുന്നത് 2 എൻഡിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും, ഒരു പോയിന്റ് സപ്പോർട്ട് കൊടുക്കും, ഒരു നൈഫ് എഡ്ജ് സപ്പോർട്ടും ഒരു റോളർ സപ്പോർട്ടും. അതാണ് ബേസിക്കലി. അപ്പോൾ ഈ ഹാമർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുക കേട്ടോ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അടിക്കുമ്പോൾ ഈ ഹാമർ വന്നിട്ട് ഈ നോച്ചിൻ്റെ നേരെ ബാക്കിൽ ഒരു ഒറ്റ അടിക്കും. അപ്പോൾ നോച്ചുള്ളത് കൊണ്ട് ഈ നോച്ചിൻ്റെ ഇവിടെ നിന്ന് ക്രാക്ക് വന്നിട്ട് സാധനം പൊട്ടിപ്പോകും, ഇമ്പാക്ട് ലോഡിൽ പൊട്ടിപ്പോകും. അപ്പോൾ ഈ ഹാമർ ഇത്രയും പൊട്ടൻഷ്യൽ എനർജി ഒന്നും തന്നെ, എന്നിട്ട് ഈ സാധനം അടിച്ചിട്ട് തിരിച്ചെന്തോരം പോയി നോക്കും. അപ്പോൾ ഈ നീഡിൽ എന്തോരം നീങ്ങി നോക്കും. അതനുസരിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് എത്ര പൊട്ടൻഷ്യൽ എനർജി ലോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത്ര എനർജി ആയിരിക്കും ഇവിടെ ഈ സാധനം ബ്രേക്ക് ചെയ്യാൻ പോയേക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിമിലർലി ഇതുപോലെ നമ്മളൊരു ഐസോ ടെസ്റ്റ് ചെയ്യണമെന്ന് എന്തിനാണ്? ഐസോ ടെസ്റ്റ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് അല്ല, കാൻറ്റിലീവർ ബീമായിട്ടായിരിക്കും വെക്കുക. അതിൻ്റെ അകത്ത് 45 degree 2 mm ഡെപ്തിലുള്ള വി നോച്ച് അപ്ലൈ ചെയ്യണത് 10 mm സ്ക്വയറിൽ 75 mm പീസിലാണ്. അതിൻ്റെ അകത്ത് ഒരു 3/4 ഈ സാധനം ഇടുക. എന്നിട്ട് അതിന് കാൻറ്റിലീവറായിട്ട് വയ്ക്കും. ഇവിടെ നോച്ച് എന്ന് പറയുന്നത് നോച്ചിടുന്നത് ഈ ഹാമർ ബ്ലോയുടെ സെയിം ഡയറക്ഷനിലായിരിക്കും. ഇവിടെ ചാർപ്പിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നോച്ചിടാം. ഓക്കെ, ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള. ഇത് രണ്ടും ഈ പൊട്ടൻഷ്യൽ എനർജി ലോസ് കണ്ടുപിടിക്കാനുള്ള സാധനമാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫ്രാക്ചർ എനർജി കിട്ടും. ദെൻ ആപ്ലിക്കേഷൻ ഇൻ ഫോർജിങ് എന്ന് പറയുമ്പോൾ ഫോർജിങ്ങിൽ ഇമ്പാക്ട് ലോഡിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ആട്ടോ. അപ്പോൾ ഫോർജിങ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ അറിയാം, ഇത് നമ്മൾ ഹോട്ട് ബില്ലറ്റിനെ നമ്മൾ ഹാമർ ചെയ്യുന്ന പരിപാടിയാണ്. അതുകൂടാണ്ട് പ്രസ് ഫോർജിങ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഈ പറഞ്ഞ റെഡ് ഹോട്ടായിട്ടുള്ള ബില്ലറ്റിനെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിലേക്ക് ഫോം ചെയ്യുന്ന പരിപാടികളും ഉണ്ട്. അപ്പോൾ ഫോർജിങ്ങിൽ ഇങ്ങനെയൊക്കെ ഉള്ളതിരിക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫോർജിങ്ങിൽ ഇമ്പാക്ട് ലോഡിങ് ഉള്ളത് കൊണ്ട് ഇമ്പാക്റ്റിൻ്റെ എഫക്റ്റും നമ്മുടെ ഫോർജിങ്ങിൻ്റെ അകത്ത് നമ്മുടെ മെറ്റീരിയലിൻ്റെ അകത്ത് ഇതേ ക്രാക്ക് ഫോർമേഷൻ, ക്രാക്ക് പ്രൊപ്പഗേഷൻ, അതുപോലെ തന്നെ ഇമ്പാക്ട് ഫെയിലിയറിനൊക്കെ ഉള്ള ചാൻസ് ഫോർജിങ്ങിലും എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഓക്കെ, അതാണ് ഇത്രയും നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചറാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ റീഡ് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനങ്ങൾ റെഫർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നാളെ നമുക്ക് തേഴ്സ്ഡേ നമുക്ക് ക്ലാസ് ഉണ്ടാകുന്നില്ല, അതിന് പകരം നമുക്ക് നാളത്തെ ക്ലാസ്സും കൂടി ഇന്ന് 2 വീഡിയോ ആയിട്ട് ഇട്ട് തരാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.